നമ്മൾ രാഹുൽ ഗാന്ധിയെ അറിഞ്ഞില്ല എന്നാ തോന്നുന്നത്. അദ്ദേഹം UKG വിദ്യാർത്ഥിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കി. ഒന്നുമല്ല, കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നേ. അമേരിക്കയായിട്ടുള്ള ഡീലിൻ്റെ സകലമാന കാര്യങ്ങളും പോയി പഠിച്ചുകൊണ്ട് വന്നു. നരവനെ എഴുതാത്ത പുസ്തകത്തിൻ്റെ കഥ വരെ അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇന്ത്യയെ വിറ്റിരിക്കുന്നത് അതിൻ്റെ രേഖകൾ കണ്ടെത്തി, അതിൻ്റെ ഭാഗപത്രമൊക്കെ കണ്ടെത്തിയിട്ട് പുള്ളി കാർഷിക മേഖല തകർത്തു, ഊർജ്ജ മേഖല തകർത്തു, ടെക്സ്റ്റൈൽ മേഖല തകർത്തു. ഇനി തകർക്കാൻ ഒരു മേഖലയില്ല. ഒരൊറ്റയാൾ ഇതുവരെ കണ്ടെത്തിയില്ല. ശശി തരൂർ പോലും കണ്ടെത്തിയില്ല. ഇത് വളരെ ബുദ്ധിപൂർവ്വം കണ്ടെത്തുന്ന ആളെ നിങ്ങൾ എന്തിനാ ഈ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് ഈ എനിക്കറിയാമെന്ന് അറിയത്തില്ല, പുതിയ ആൾക്കാർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഈ പണ്ട് നമ്മൾ ഓലമേഞ്ഞ വീടുകളുണ്ട്. ഓലമേഞ്ഞ വീടുകൾക്കകത്ത് എനിക്കും ഞാൻ എൻ്റെ ഒരു 10 കൊല്ലം വീടിനകത്ത് നമ്മൾ ഈ ഓല സ്വരൂപിക്കുന്ന ഒരു പരിപാടി. ഓല കീറി മെടയത്തില്ല, പിന്നെ മെടയുന്ന കെട്ടിവെക്കും. വളരെ പാടുപെട്ട പരിപാടിയാണ്. എന്നിട്ട് 3 or 4 ഇതിൻ്റെ തന്നെ വഴിക എടുത്തിട്ട് കെട്ടും. വഴിക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഉണ്ടാക്കുന്ന കമ്പ്. ഇത് തകർക്കാൻ 3 കൊത്ത് മതി. മണിക്കൂറുകൾ എടുക്കുന്ന, അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് വളരെ പാടുപെട്ട് ശ്രദ്ധയോടുകൂടി കെട്ടിവെക്കുന്ന ഈ ഓലക്കെട്ട് തകർക്കാൻ ഒരു കത്താൾ കൊണ്ട് 3 കൊത്ത് കൊത്തുമ്പോൾ പടവ് തറയിൽ വീഴും എന്ന് പറഞ്ഞതുപോലെയേ ഉള്ളൂ. രാഹുൽ തകർത്ത് വാരി എടുത്ത് അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊക്കെ നിന്ന് മനോരമയും മാതൃഭൂമിയൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒരു 3 കൊത്ത് പോലും കൊത്തതിൽ ഒറ്റ കൊത്തിൽ രാഹുൽ നിലത്ത് കിടക്കും. അതാണ് BJP സംവിധാനം. ഞാൻ കുറ്റം പറയുകയല്ല, കാരണം അങ്ങനത്തെ അല്ലാത്തൊരു സംവിധാനത്തിൽ ആണ് രാഹുൽ നിൽക്കുന്നത്. അത് അവരുടെ കുഴപ്പം കൊണ്ട് പറ്റിയതാണ്. കാരണം രാഹുൽ ഗാന്ധി പല രീതിയിലുള്ള സമരങ്ങളും പല കാര്യങ്ങളും പല ഓപ്പറേഷൻസും ഒക്കെ കൊണ്ടുവന്നില്ല. ഏറ്റവും അവസാനം വോട്ട് ചോരി യാത്ര എവിടെ പോയി? വോട്ട് ചോരി യാത്ര വഴി കളഞ്ഞിട്ട് അയാൾ പോയി ഏതാണ്ടൊക്കെ രാജ്യങ്ങളിൽ പോയിട്ട് നിൽക്കറി ഇട്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടതല്ലേ. അതിനുശേഷം തിരിച്ചു വന്നു. അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള സമരങ്ങൾ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കലാപങ്ങൾ, അല്ലെങ്കിൽ ഈ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന സമരങ്ങളുടെയൊക്കെ പറഞ്ഞു. നമുക്ക് ഡൽഹി കലാപം അറിയത്തില്ലേ? കർഷക സമരം അല്ലെങ്കിൽ ബില്ലിൻ്റെ പുറത്തുണ്ടായ സമരത്തിൽ. ഈ സമരത്തിൻ്റെയൊക്കെ ആദ്യം ഇങ്ങനെയായിരുന്നു. ഞാൻ ഈ പറഞ്ഞിപ്പം കടിച്ചു കയറുന്നു, പൊങ്ങി വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ പറഞ്ഞില്ലേ? ഡൽഹി കലാപത്തിന് ഓപ്പറേഷൻ അല്ലെങ്കിൽ നടന്നപ്പോൾ ആദ്യം കലാപം തുടങ്ങി, കലാപകാരികൾ തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല. രണ്ടാമത് അവർ കത്തിച്ചു, ടയറിട്ട് കത്തിച്ചു, രണ്ടാമത് ഓഫീസിൽ കത്തിച്ചു, കത്തി കയറി അവസാനം കത്തിക്കാൻ പറഞ്ഞു വിട്ടവൻ കലാപത്തിന് കുഴപ്പമില്ല, കലാപം വിജയിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാക്കി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു. അന്നേരം കലാപം വിജയിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ എന്താ പറയും? കലാപം നമ്മൾ പുറമെ നിന്ന് മൂട്ടിക്കൊടുക്കുന്ന സംഭവം വിജയിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഇനി എന്നെ അറിഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ വിജയിച്ച് എന്നുള്ള രീതിയിൽ നേതാക്കന്മാർ മൊത്തം വെളി വന്നപ്പോൾ അവർ വളഞ്ഞു വെച്ചൊക്കെ പിടിച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം പറയട്ടെ. ഇദ്ദേഹം പറയുന്നതിനകത്ത് യാതൊരു വാസ്തവുമില്ലാത്ത രീതിയിലേക്ക് ആ കാര്യങ്ങൾ പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. BS മാഷിൻ്റെ അഭിപ്രായം BS മാഷ് പറഞ്ഞാൽ മതി. കാരണം ഇന്ത്യ അമേരിക്ക കരാറിനകത്ത് വന്ന പാളിച്ച കൊണ്ട് ഇന്ത്യ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു. ഊർജ്ജ പ്രതിസന്ധി, രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വിഷയമാണ് ഊർജ്ജ പ്രതിസന്ധി. ഊർജ്ജ പ്രതിസന്ധി അല്ലെങ്കിൽ ഊർജ്ജ പക്വതയില്ലായ്മ ഉണ്ടായെന്നാണ് പറയുന്നത്. അതുപോലെ ഈ രാജ്യം ബേസ് ചെയ്ത് നിൽക്കുന്നത് കാർഷിക മേഖല പൂർണ്ണമായിട്ടും തകർന്നു. അതിനകത്ത് പ്രധാനപ്പെട്ട വ്യവസായം, നമ്മൾ തുണി വ്യവസായത്തിൽ വലിയ മുന്തിയ വ്യവസായമാണ്. ലോകത്ത് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന തുണിക്ക് മറ്റ് രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനെക്കാട്ടിൽ വിലക്കുറവുമുണ്ട്, അല്ലെങ്കിൽ ക്വാളിറ്റിയുമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് അമേരിക്ക. അല്ലെങ്കിൽ അവിടെ തുണി നമ്മുടെ ഏറ്റവും കൂടുതൽ പോകുന്നുണ്ട്. നമ്മുടെ ഈ ഓട്ടോമൊബൈൽ ഗുഡ്സ്, അതുപോലെ ഈ എനിക്ക് മീൻ അല്ലെങ്കിൽ മത്സ്യം എന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഇദ്ദേഹം പറഞ്ഞ ഇത് നേരത്തെ ഇപ്പോഴല്ലപ്പാ, 7ാമത്തെ റൗണ്ട് ചർച്ചയ്ക്കിടയിൽ ഇങ്ങോട്ട് വന്നിട്ട് ഈ കരാർ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അതുവരെ കരാർ ഉണ്ടാക്കാത്തതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ക്ഷീരമേഖലയിൽ അല്ലെങ്കിൽ അവിടുന്ന് വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ, ഈ അമേരിക്കയിൽ നിന്ന് ആർട്ടിഫിഷ്യലായിട്ടുണ്ടാകുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കാനൊക്കത്തില്ല, തുറന്നു കൊടുക്കാനൊക്കത്തില്ല, സുതാര്യമായിട്ടൊക്കത്തില്ല എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ കരാറിനകത്ത് പിടിച്ചു നിന്നത്. അതുപോലെ തന്നെ അവിടുത്തെ നോൺ വെജ് പാലുകൾ ഇവിടെ ഒക്കത്തില്ല. ഇവിടെ 9 കോടിയോളം ക്ഷീര കർഷകരുണ്ട്. ഏറ്റവും കൂടുതൽ കയറ്റുമതി പാലിൻ്റെ ഉള്ള രാജ്യമായിട്ട് നമ്പർ 1 ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനകത്ത് കുഴപ്പം വരുന്ന രീതിയിൽ ഒക്കത്തില്ലെന്ന് കണ്ടുകൊണ്ട്. അല്ലെങ്കിൽ അന്ന് പറഞ്ഞില്ലേ താരിഫ് കൂട്ടിയില്ലേ? നമ്മുടെ അടുത്ത് പറഞ്ഞല്ലോ നമ്മുടെ താരിഫ് കൂട്ടുന്നു, നമ്മുടെ 17% കയറ്റുമതി, അതായത് നമുക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കും. ഇപ്പോൾ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇവിടുത്തെ വ്യവസായ ക്ഷീണം ഉണ്ടാക്കിയിട്ടില്ലെന്ന് നമ്മളിപ്പോഴും പറയുന്നില്ല, ഉണ്ടാക്കുന്നുണ്ട്. ആ സമയത്ത് പോലും ഈ പറയുന്ന ഊർജ്ജ പ്രതിസന്ധി ഇദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അന്ന് അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യങ്ങളുള്ള റഷ്യയുമായിട്ടുള്ള എണ്ണയുടെ വ്യാപാരം നിർത്താൻ.
നമുക്ക് ആ പ്രശ്നം ഉണ്ടായത് അന്ന് നമ്മൾ നിർത്തത്തില്ലായിരുന്നു. നമ്മൾ നിർത്തിയില്ലല്ലോ. നമ്മൾ അവിടെ താരിഫ് വന്നപ്പോൾ, നമ്മളെ പലവട്ടം വരട്ടിയപ്പോൾ, നമ്മൾക്ക് പല പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോൾ, നമുക്കെതിരെ താരിഫ് 25, 50, വേണ്ടി വന്നാൽ 500 എന്ന് പാർലമെന്റിൽ പാസ്സാക്കി ബില്ലും കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴും ഒന്നും നമ്മൾ മാറിയില്ല. അവസാനം നമ്മൾ ഇതിനെ അതിജീവിക്കാൻ വേണ്ടി പല മാർഗങ്ങളും ഏറ്റെടുത്തു. പല മാർഗങ്ങൾ പറഞ്ഞാൽ നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാറുണ്ടാക്കി, ബ്രിട്ടനുമായിട്ട് കരാറുണ്ടാക്കി, ജർമ്മനി ഇവിടെ വന്ന് കരാറുണ്ടാക്കി, GCC രാജ്യങ്ങൾ കരാറുണ്ടാക്കി. ഈ പറയുന്ന ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ എടുത്തില്ലെങ്കിൽ തന്നെ മറ്റ് രാജ്യങ്ങൾ വേണ്ട വിധത്തിൽ വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയപ്പോൾ അമേരിക്കയ്ക്ക് പണി വീണു. അമേരിക്കയ്ക്ക് രണ്ടാമതും അടച്ചുപൂട്ടി ഇരിക്കുകയല്ലേ. അമേരിക്കയ്ക്ക് പണി വീണു. അവിടുത്തെ സാധാരണക്കാരന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വേണ്ട വിധത്തിൽ ലഭിക്കാത്തതുകൊണ്ട് താഴെത്തട്ടിലുണ്ടാക്കിയ നാണയപ്പെരുപ്പവും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളും അവിടുത്തെ വ്യവസായികൾ, അവിടുത്തെ അല്ലെങ്കിൽ കാർഷിക മേഖലയിലുള്ള ആൾക്കാർ, അവിടുത്തെ പയർ ഇറക്കുമതി ചെയ്യുന്നവനെല്ലാം പറഞ്ഞല്ലോ, ഇങ്ങനെ പോകാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് സാധനങ്ങൾ വിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇത് തിരുത്തണം. അമേരിക്കയ്ക്ക് അത് പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. ഇതെന്താ രാഹുൽ ഗാന്ധി കാണാത്ത? അപ്പൊ ഇപ്പം ഈ പറയുന്നത് പോലെ ഒന്നും ഒക്കത്തില്ല എന്ന് കണ്ട് വന്നപ്പോൾ എല്ലാം ഒത്തു. അതിനകത്തൊരു ഇല്ലാത്ത കാരണം കണ്ടുപിടിച്ച് വർത്തമാനം പറയുന്നു. ഏത് വർത്തമാനം പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ഈ എത്ര പ്രശ്നമുണ്ടെങ്കിലും എത്ര കുഴപ്പമുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയെ പ്രൊമോട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈ ഇന്ത്യയുടെ ഗവൺമെന്റിന് അനുകൂലമല്ലാത്തതുമായിട്ടുള്ള ഒരു പ്രചരണം നടത്തുന്ന ഒരു മാധ്യമ സംസ്കാരം കേരളത്തിലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്കിനെ കാണാൻ പറ്റുന്നത്. പിന്നെ വൃത്തിയായിട്ട് കാര്യം പറയുന്നു എന്നുള്ള കാര്യം എനിക്ക് കഴിഞ്ഞ ദിവസം തോന്നി. അദ്ദേഹം വൃത്തിയായിട്ട് കാര്യം പറയുന്നുണ്ട്. പക്ഷേ വൃത്തിയായിട്ട് കാര്യം പറയുന്നതിനകത്ത് കാര്യങ്ങൾ ഉണ്ടാവണം. ഇതിപ്പോൾ ഏറ്റവും അവസാനം തിരിച്ച് മറുപടി പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഷൂ ആവെന്ന് പറഞ്ഞാൽ അവരിത് മൊത്തം കേട്ട് മൊത്തം വെളിയിൽ കൊണ്ടുവന്ന് ഇതാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊണ്ടുവന്നിട്ട് ഇതല്ല കാര്യം, ഇയാൾ പറയുന്നതൊന്നും അല്ല കാര്യം, ഇതാണ് കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തത വരുത്തി പറയും. ആ രീതിയിൽ. അപ്പം പിന്നെ ഒരു കാര്യത്തിനകത്ത് ഞാൻ പറയുന്നു, ഏത് വിഷയമുണ്ടെങ്കിലും അതിനകത്ത് മെറിറ്റില്ലായ്മ കണ്ടുപിടിച്ച് അതിനെ അതിജീവിച്ച് രാഷ്ട്രീയം പറയുന്നത്, രാഷ്ട്രീയക്കാരെന്നുള്ള രീതിയിൽ രാഷ്ട്രീയം പറയുന്നത്. അതും പക്ഷേ അങ്ങനെ പറയുമ്പോൾ അതിന് തിരുത്താനുള്ള അവസരം കൊടുക്കരുത്. BJP തിരുത്താനുള്ള അവസരം കൊടുക്കാത്ത രീതിയിൽ ഏത് വലിയ കരാർ കൊണ്ടുവന്നാലും ഏത് ആനുകൂല്യം കൊണ്ടുവന്നാലും അതിനകത്തൊരു കുഴപ്പങ്ങൾ കണ്ടെത്തി പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയക്കാരെന്നുള്ള രീതി പ്രതിപക്ഷം ഈ പറയുന്ന നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന രാഹുലാണെങ്കിൽ ഈ കരാറിനകത്ത് സംസാരിക്കുന്നതിനകത്ത് തെറ്റുണ്ട്, വ്യക്തതയില്ല, കൃത്യതയില്ല. ഈ കരാർ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യയോട് മുട്ടുമടക്കി ട്രംപ് ഉണ്ടാക്കിയ കരാർ എന്ന് വേണം പറയാൻ. പിന്നെ ലോക കരാറുകൾക്കകത്തെല്ലാം അതിന് നിയമം തന്നെയുണ്ട് സാറേ. അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ഇറക്കുമതിക്ക് നിയമം തന്നെയുണ്ട്. ആ നിയമത്തിനകത്തൊക്കെ വെച്ച കരാറുണ്ടാക്കാനൊക്കെ ഉള്ളൂ. അല്ല കീഴ്പ്പെട്ട് കരാറുണ്ടാക്കി എന്ന് പറഞ്ഞാൽ പലവട്ടം ശ്രമിച്ചപ്പോഴും പല രാജ്യങ്ങളും അയാളുടെ തിട്ടൂരവും താരിഫും കണ്ട് കീഴ്പ്പെട്ടിരുന്നപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം പണ്ടെങ്ങുമില്ലാത്തോളം അമേരിക്കയുടെ അത്ര തിട്ടൂരം അംഗീകരിച്ച് കൊടുത്തു പോകുന്ന ഒരവസ്ഥ ഇന്നില്ല എന്ന് എനിക്കും പിയേഴ്സൺ സാറിനും ഒരുപക്ഷെ രാജേന്ദ്രൻ സാറിനും ഒക്കെ അറിയാം. അത് അംഗീകരിച്ചേ മതിയാവത്തു. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം ഉണ്ടാക്കിയ ആൾ യഥാർത്ഥത്തിൽ ആരാണ്? ഡൊണാൾഡ് ട്രംപാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു കരാറുണ്ടാക്കിയാൽ അത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടാക്കുന്ന കരാറാണ്. ആ കരാറിനെ കുറിച്ച് സംസാരിക്കേണ്ടത് പൊതുവെ ഇന്ത്യയിൽ സംസാരിക്കുകയും അമേരിക്കയിൽ നിന്ന് അമേരിക്കയുടെ കാര്യം അവർക്ക് സംസാരിക്കുകയും ചെയ്യാം. പക്ഷേ പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ട്രംപ് കയറി പ്രഖ്യാപിച്ചു നാളെ ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല. അതെന്ത് വർത്തമാനമാണത്? ആ വർത്തമാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന് മേൽ ആണിയടിക്കുന്ന തരത്തിലുള്ള വർത്തമാനമേ മാറി. പക്ഷെ അത് കരാറിൽ അങ്ങനെ പ്രകടമാകുന്നോ ഇല്ലേ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റഷ്യൻ മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ട്രംപ് പറയുന്നതല്ലേ, ഇന്ത്യക്കാരിപ്പോഴും ഞങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, അത് നിർത്താനൊന്നും പോകുന്നില്ല. ട്രംപല്ല ആര് പറഞ്ഞാലും നടക്കില്ല. കാരണം നമ്മൾ പലരുമായി കരാറുണ്ടാക്കുന്നുണ്ട്. അമേരിക്കയായിട്ടൊരു കരാറുണ്ടാക്കുന്നുണ്ട്, യൂറോപ്യൻ യൂണിയനായിട്ട് കരാറുണ്ടാക്കി, ഈ റഷ്യയുമായി കരാറുണ്ടാക്കി. പുടിൻ വന്നിട്ട് കുറച്ചാണല്ലേ അയാളൂടെ അന്നൊരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. ഈ കരാറുകളൊന്നും എല്ലാവരോടും അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അതാത് രാഷ്ട്രങ്ങൾ തമ്മിൽ മാത്രമേ അത് അറിയുള്ളൂ. അപ്പോൾ അവർ അങ്ങനെ കരാറുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിനകത്ത് ഒരു ഗുണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളുടെ ഇന്ത്യൻ റുപ്പി കൊടുത്ത് നമുക്ക് എണ്ണ വാങ്ങിക്കാൻ കഴിയും. അല്ലെങ്കിൽ ഡോളർ കൊടുക്കണം. ഡോളർ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഇവർക്ക് കൊണ്ടേ കൊടുക്കണം. നമുക്ക് സാമ്പത്തികമായിട്ട് പ്രതിസന്ധികൾ സൃഷ്ടിക്കാനായിട്ട് അത് ഇടവരുത്തും. അതിന് ഏറ്റവും നല്ല ഒരു വഴിയാണ് പുടിൻ പറഞ്ഞു തരുന്നത്. റുപ്പി തരൂ, ഞങ്ങൾക്ക് എണ്ണ തരാം. അതെങ്ങനെ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കും ഇന്ത്യ. തർക്കമൊന്നും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. തർക്കിച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല അമേരിക്ക നമുക്ക് നേരെ ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത്
നമ്മൾ ആ ഉപരോധത്തിനകത്ത് കിടന്ന് ശ്വാസം മുട്ടാനും അല്ല ശ്രമിച്ചത്. പകരം ചൈനയുമായി, അതുവരെ ശത്രുതയിലായിരുന്ന രാഷ്ട്രമാണ് ചൈന. ചൈനയുമായി സൗഹൃദം ഉണ്ടാക്കി, കരാറുണ്ടാക്കി, ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യാൻ തീരുമാനമെടുത്തു. റഷ്യ, ചൈന, ബ്രസീൽ, അതുപോലെ ഇറാൻ, ആഫ്രിക്ക, ഇത്തരം രാഷ്ട്രങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വ്യാപാര കരാർ വർദ്ധിപ്പിച്ചു. ഒപ്പം UAE ആയിട്ട് കരാറുണ്ടാക്കി. അതോടൊപ്പം തന്നെയാണ് ജർമ്മനിയായിട്ടായി അല്ലേ, എല്ലായിടത്തും കരാർ. അങ്ങനെ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത്. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കാനായിട്ട് പറ്റുന്നതല്ല. പക്ഷേ ഈ കരാറിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് തോന്നിയിട്ടുള്ളത്, അമേരിക്ക പറഞ്ഞ ഒരു കാര്യം ഇതാണ്, അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞൊരു കാര്യം ഇതാണ്. എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ക്ഷീര ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും വാങ്ങും, അതിനെ 0 ടാക്സ് ആയിരിക്കുന്ന. അത് നമ്മളുടെ കാർഷിക ഉൽപ്പന്നങ്ങളെയും ക്ഷീരോൽപ്പന്നങ്ങളെയും ബാധിക്കാനും കർഷകരെ ബാധിക്കാനും സാധ്യതയുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്, ഇല്ല, ഇത്തരം പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്നതാണെങ്കിൽ നമ്മൾ അംഗീകരിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ കരാറിൻ്റെ ഒരു സുതാര്യത സമൂഹത്തിന് മുന്നിൽ ചർച്ച ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഓരോരുത്തരും പറയുന്ന സ്ഥിതി നിലനിൽക്കുകയാണ്. അത് മാറണം. നമുക്ക് കൃത്യമായിട്ട് അറിയണം ഇതെന്താണ് സംഭവം. അതല്ലെങ്കിൽ പാർലമെൻറ്റിൽ പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവരുന്ന വിഷയങ്ങളിലൂടെ ആയിരിക്കാം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അങ്ങനെ ഈ വിഷയങ്ങൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് അത് നല്ലതല്ല എന്ന തോന്നലുണ്ടാകുകയാണ് ചെയ്യും. എണ്ണയുടെ കാര്യം വെച്ചിട്ടാണ് നമുക്ക് ഊർജ പ്രതിസന്ധി ഉണ്ടാക്കാൻ പറ്റുന്ന കരാറായി മാറുകയാണ്. ക്ഷീരോൽപ്പന്നങ്ങളും കാർഷികോൽപ്പന്നങ്ങളും 0 ടാക്സിന് ഇറക്കുമതി ചെയ്യേണ്ടി വരും എന്നിടത്താണ് ആ മേഖലയിൽ നമുക്ക് പ്രതിസന്ധി വരുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് കയറ്റി അയക്കുന്ന സമയത്ത് അതിൻ്റെ ടാക്സ് 18% എന്ന് പറയുന്നത് നമ്മളുടെ കയറ്റുമതിയെ ബാധിക്കുന്നതായി മാറാം. ഇത്തരം കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയും അങ്ങനെ അദ്ദേഹം ചോദിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഇന്ത്യയെ വിറ്റില്ലേ, നിങ്ങൾ ഇന്ത്യയുടെ പരമാധികാരം നശിപ്പിച്ചില്ലേ, നിങ്ങൾ കാർഷിക മേഖല തകർത്തു, ഊർജ്ജ മേഖല തകർത്തു, അതുപോലെ ടെക്സ്റ്റൈൽ വ്യവസായത്തിൻ്റെ കഥ തന്നെ നിങ്ങൾ തീർത്ത് കളഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരു വ്യക്തത നമുക്ക് ലഭ്യമായാൽ മാത്രമാണ് എത്രമാത്രം കൃത്യമായിട്ടാണ് രാഹുൽ ഗാന്ധി ഈ വിഷയം അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. പ്രശാന്ത് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. രാഹുൽ ഗാന്ധിയെ ഊതുകൂർപ്പിച്ച് വലിയ ഇമേജ് സൃഷ്ടിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നുള്ളൂ. എല്ലാ മാധ്യമങ്ങളുടെയും പണി ഇതാണ്. ഓരോ നേതാക്കന്മാരെയൊക്കെ വീർപ്പിച്ച് വലുതാക്കും, പിന്നെ ആരെങ്കിലും സൂചിക്ക് കുത്തും, അത് പൊട്ടിപ്പോകും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സംഭവിച്ച മനോരമ ഇത് എന്ന് പറഞ്ഞാൽ പൊട്ടിയ ഒരു ബലൂണിനെ വീർപ്പിച്ചിട്ട് അവർ കാണിച്ചത് ഒരു കള്ളത്തരമാണ്. അത് 46% പിന്തുണയുണ്ടെന്ന്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് സംഭവിച്ചത്. പൊട്ടിയ ഒരു ബലൂണിനെ അവിടെ ശശി തരൂർ പ്രസംഗം നടത്തി, ആർക്കും എതിർപ്പില്ല. നല്ല കർശനമായ വിമർശനമാണ്, ആർക്കും ഒരു എതിർപ്പുണ്ടായില്ല. ഇനിയിപ്പോൾ മാഷ് പറഞ്ഞൊരു സംശയം, ഹർദീപ് സിംഗ് പുരി ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞതിനും ശശി തരൂർ പറഞ്ഞതിനും ഈ കരാറെന്ന് പറയുന്നത് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിലായിട്ടേ ഉള്ളൂ. തീരുമാനങ്ങളൊന്നും കൃത്യമായിട്ടായിട്ടില്ല. ഇനി ചർച്ചകൾ നടന്നേ തീരുമാനിക്കൂ. പെട്രോളിൻ്റെ കാര്യത്തിൽ യാതൊരു കമ്മിറ്റ്മെൻറ്റും നടത്തില്ല. വിടുവായനായി ട്രംപ് ഇങ്ങനെ നാടുകളെ പറഞ്ഞുകൊണ്ട് നടക്കും. അയാളുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അയാളുടെ പറച്ചിൽ യാതൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമ്മൾ വിചാരിക്കും വട്ടാണെന്ന്, അയാൾ ബുദ്ധിമാനാണ്. അല്ല, അയാൾ രാവിലെ ഒരു കാര്യം പറയാം, അയാളിപ്പോൾ പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ പാർലമെന്റിൽ ഈ വിഷയം ഉണ്ടാവുന്നത്. ഇതുപോലെ രാവിലെ വൈകിട്ടും വിഷയങ്ങൾ പറയുക മാറ്റും. അതാർ പറഞ്ഞോട്ടോ, വിഷയങ്ങൾ പറയുക മാറ്റും. അയാൾ നമ്മൾ ചിലപ്പം വിചാരിക്കും, നമ്മൾ ചില നമ്മൾ ചിലപ്പം വിചാരിക്കും ഇവന് വട്ടാന്ന്. അങ്ങനെയല്ല, ചില ആൾക്കാർ വലിയ ബുദ്ധിമാനുണ്ട്. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോട്ടെ, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞിട്ട്, നമ്മുടെ ഈ പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി മുമ്പ് ഇരുന്ന ഉദയഭാനുണ്ട്, നമ്മൾ അറിയാമല്ലോ, നമ്മൾ നോക്കുവേണ്ട. അത് പുള്ളി ഒരു ഒന്നും അറിയാത്ത ഒരു പൊട്ടൻ്റെ വിട്ടിരിക്കും. പക്ഷെ അയാൾ അറിയുന്നത് പോലെ ലോകത്താരും അറിയത്തില്ല. ഈ ഇരിക്കുന്നതെന്ന് പറയുന്നത് മൊത്തം ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മളപ്പോൾ പുള്ളി ആബ്സെന്റ് മൈൻഡിൽ കാണും, നമ്മൾ നിസ്സാരമായിട്ട് കാണും, എന്നിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറയുന്നതൊക്കെ. ഈ ട്രംപ് ബുദ്ധിയുള്ളവനാണോ ബുദ്ധി ഇല്ലാത്തവനാണോ എനിക്കറിയത്തില്ല. പക്ഷെ അയാൾ പർപ്പസോട് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ഇപ്പൊ ഈ വിഷയം ഇന്ത്യ കിടന്ന് അടിക്കുക, കരാറൊന്നും ആയിട്ടില്ലെന്ന് ഇപ്പൊ പറയുമല്ലേ. ഹർദീപ് സിംഗ് പുരി പറഞ്ഞൊരു വാചകം ഞാൻ വായിക്കുക. അത് ഇന്ത്യ വിൽ പ്രൊക്യൂർ ഓയിൽ ഫ്രം വെയറെവർ നെസസറി. ഇതിൽ കൂടുതൽ എന്ത് വേണം ഒരു ഉറപ്പ്? നമുക്ക് ആവശ്യമുള്ളിടത്തും നമ്മൾ വാങ്ങിക്കും. ഒരൊറ്റ രാജ്യവും നമ്മളെ തടയാനില്ലെന്ന് വ്യക്തമായ ഭാഷ. പിന്നെ പൾസസിൻ്റെ കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം. ഇന്ത്യൻ എക്സ്പ്രസ് ഇന്നലെ വാർത്ത എഴുതി, നമ്മൾ അമേരിക്കയുടെ പൾസ് ഇങ്ങോട്ട് വരാൻ പറ്റും. ഇത് കേട്ടാൽ മതി. നമ്മുടെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗമാണ് ഈ പൾസസ് എന്ന് പറഞ്ഞാൽ പയർവർഗ്ഗങ്ങൾ. അവിടെ നിന്ന് വരുന്നത് എന്തുവാ? അപ്പം നോക്കിക്കഴിഞ്ഞാൽ ട്രീ നട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൾസസ് എന്ന് പറയുന്നത് എല്ലാം മണ്ണിൽ വളരുന്ന സംഭവിച്ച ഇതാണല്ലോ, പയർ, ഉഴുന്ന്, ഇങ്ങനെ അതിനാണ് പൾസസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ട്രീ നട്ട്സ്, ട്രീയിലുണ്ടാവുന്ന നട്ട്സ്, ഇപ്പോൾ ബദാം പോലുള്ളത് അത് വരും.
അത് വരുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് ഭീഷണിയാണ്? പിന്നെ അവസാനമായിട്ട് വരുന്ന അവിടെ നിന്ന് ഈ ഫ്രൂട്ട്സ് കുറേ വരും. കാരണം അവിടെ മാത്രമുള്ള ഫ്രൂട്ട്സ്, അവിടെ മാത്രമല്ല ചിലപ്പോൾ സ്വർഗം എന്താണെന്ന് അറിയാം. സ്വർഗം എന്താണെന്ന് നോക്കേണ്ടിയിരിക്കും. സ്വർഗം എന്ന് പറയും ഇന്ത്യയിലുള്ള സംഭവം അല്ല. ഇന്ത്യയിലുള്ള സംഭവങ്ങൾ വരില്ല. പിന്നെ വൈൻ വരും. അത് നല്ലതല്ലേ? മദ്യം അല്ല, അവിടെ ഇല്ലാത്ത നമുക്ക് അവിടെ പോകുന്നത് ഇവിടെ കിട്ടണ്ടേ? നമുക്ക് മേടിച്ച് കാശുള്ള നമുക്കൊക്കെ കാശുള്ള മേടിച്ച് കുടിക്കും. അല്ല, നമ്മുടെ ഈ കച്ചവടത്തിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാണ് നമുക്കില്ലാത്ത നമ്മൾ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങുന്നു, അവർക്കില്ലാത്ത നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നു. ഒരു പാലമായ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബാർട്ടർ സിസ്റ്റത്തിന്റെ പുതിയ രീതിയാണ്. അതിനെ നമ്മൾ എക്സ്ചേഞ്ച് മണി എക്സ്ചേഞ്ച് ചെയ്യുന്നു. എക്സാക്ട്ലി, അത്രയേ ഉള്ളൂ.